ചോറിന് അരി ഇടണ്ട. റേഷൻ അരിയാണ്. കുറച്ച് ചൂടുവെള്ളത്ത് കഴുകുക. നല്ല മട്ട ചൂടുവെള്ളത്ത് കഴിഞ്ഞാൽ വെളുത്ത കളറാവും. ഇന്നലെ മഴ പെയ്തു. ഞങ്ങളുടെ അവിടെ മഴ പെയ്തിട്ടുണ്ടെന്ന് കമന്റ് ചെയ്യട്ടെ. ചെറുതായിട്ട് മഴ ചാറി ഇവിടെ. വെള്ളം തിളച്ചു. കുറച്ച് ചോറിൻ്റെ മേലെ വെള്ളം വെക്കട്ടെ. വെള്ളമില്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ തോട്ടത്തിന് ഇന്നും ചീര കേട്ടോ. കുറച്ചും കൂടി അന്ന് വലിച്ചിട്ട് ഇപ്പം ഇന്നാ കിട്ടുന്നത്. കുറച്ചും കൂടി ഫ്രഷ് ചീരയാണ്. ഒരു പൊടി ചീര കിട്ടി. നല്ല ഫ്രഷ് ചീര കിട്ടി. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ വളരെ എളുപ്പത്തിലൊരു ചീരക്കറി വയ്ക്കാം. അത് സിമ്പിളായ ഒരു ചീരക്കറിയാണ്. പോകാൻ നോക്കി. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. പോകാൻ കാരണമാണ് ഞാൻ നിന്ന് പറഞ്ഞത്. ചീര ഒന്ന് നുറുക്കിയെടുക്കട്ടെ. എന്താ ഒറ്റ പൊടി കിട്ടി. അങ്ങനെ വെച്ചാൽ അരിയാട്ടെ. പുഴൊന്നുമില്ലല്ലോ. 5-6 പ്രാവശ്യം കഴുകി നോക്കി. അച്ഛൻ തന്നെ സൈലന്റ്. എന്താണ് സൈലന്റ്? എൻ്റെ ഫേവറേറ്റ് ചീരക്കറി എന്ന് വെക്കാൻ എൻ്റെ ഫേവറേറ്റ് ചീരക്കറി എന്ന് വെക്കാൻ പോണം. ചീര പൊടി പൊടിയായി അരിയണ്ട. ചീര അരിയും പോലെ നമുക്ക് പരിപ്പൊന്ന് വേവിക്കാൻ വെക്കാം. 1 ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട്. തോരപ്പരിപ്പ് നന്നായി കഴുകിയതാണ്. ഇതിലേക്ക് 2 പച്ചമുളക്, 1 തക്കാളി ഇട്ടാ. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 2 വിസിൽ വരട്ടെ, വേകട്ടെ. പരിപ്പ് എന്താ നോക്കാം. എന്താ കോഴികള് പരിപ്പ് വന്നുട്ടാ. സൂപ്പറായി വന്നു. ഇനി ഇതിലേക്ക് ചീര ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ ഉപ്പിട്ടിട്ടുണ്ട്. ചീര ഒന്ന് വേകട്ടെ. നമ്മുടെ ചീര വെന്തോ ഓഫാക്കുക. ഇനി അടിപൊളിയായിട്ടൊന്ന് താളിച്ചെടുക്കാം കേട്ടോ. അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് താളിച്ചെടുക്കാം. ചീഞ്ചട്ടി ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാവട്ടെ. ഇതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി ഇട്ടാണ്. ഒരു നല്ല കറിവേപ്പില. നന്നായി മൂട്ടി വരട്ടെ. ഉള്ളി നന്നായി മൂട്ടി വരട്ടെ.
നമ്മൾ എരിവിന് ഇതിലൊന്നും ഇട്ടിട്ടില്ല, 2 പച്ചമുളക് മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ. ചതച്ച മുളകാണ്. 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓഫാക്കി. ഇതാണ് ഇതിൻ്റെ സ്പെഷ്യൽ. ഇതാണ് സ്പെഷ്യൽ ഇതാട്ടോ. നല്ല കുറുകിയ കുത്തുമുളക് ഇട്ട ചീരക്കറി. അതുകൊണ്ടാണ് എനിക്ക് ഈ കറി ഇത്ര ഇഷ്ടം. ഭയങ്കര ഇഷ്ടപ്പെട്ട കറിയാണത്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഫുൾ ഗ്യാരണ്ടി ഞാൻ തരും. കേട്ടോ ചോറായി. അതായിട്ട് നമ്മുടെ ഉപ്പേരിക്കരിക്കണം. വെളുത്ത ചോറായില്ലേ? വേണ്ട വെളുപ്പ് മട്ടരിയാണെന്ന് അറിയില്ലല്ലോ. ഇടയിൽ ഓരോ 2 വരയൊക്കെ ഉണ്ടെന്നുള്ളൂ. അതൊന്നും കാര്യമാക്കണ്ട. ഇടയിൽ വരെയുള്ളൂ, അതൊന്നും കാര്യമാക്കണ്ട. ബീൻസും ക്യാരറ്റും കൂടി അരിയാണ് കേട്ടോ. മിക്സഡ് ഉപ്പേരിയാണ്. ഇരുതലയും കാത്തിട്ട് ഇങ്ങനെ അരിയും. 2 തല, ആ 1 തലയേ ഉള്ളൂ. തല താത്തിട്ട് പിന്നെ ആകെ 1 തലയേ ഉള്ളൂ. അതന്നെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് വേണ്ടേ. ബീൻസും ക്യാരറ്റും ഉപ്പേരി ഒക്കെയാണ് കേട്ടോ. പച്ചമുളകും സവാള. പച്ചമുളക് നല്ല എരിവാ. പച്ചമുളക് നല്ല എരിവ്. കറിവേപ്പില. പിന്നെ മിക്സഡ് ഉപ്പേരിയാണ്. മുളക് വേണ്ട, നല്ല കളറില്ലേ. കുറച്ച് തേങ്ങ, രണ്ടും കുറേശ്ശേ ഉള്ളു. അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ്. കുറച്ച് തേങ്ങയും കൂടി വേണം. തേങ്ങയില്ല. ഉപ്പിട്ട് കൊടുക്കാം. കഴിഞ്ഞ വെച്ച അത്രേ ഉള്ളൂ. ഇത് 2 സെക്കൻഡ് വേണം. വേഗട്ടെ. ഉപ്പേരി തോരന്നൊക്കെ പറഞ്ഞിട്ട് അത് റെഡിയായി. തേങ്ങയില്ലാത്ത കറിയാണ് ഒക്കെ. തോരെന്നൊക്കെ പറയുന്നു. നമ്മുടെ ഭാഷയിൽ ഉപ്പേരി. ആയി ചോറ് തട്ടെ ആയിട്ടാ. ചൂട് ചോറ്, മട്ടൻ്റെ അടിപൊളി തോരനാണ് കേട്ടത്. ഈ ചീരക്കറി ഒന്ന് വെക്കാത്തവരൊന്ന് വെച്ച് നോക്കട്ടോ. സ്വന്തം ചീരക്കറി ഇത് സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കറിയാണ്. നല്ല ചൂട്. പിടിക്കുന്ന സീനോ ചോദിച്ചു. ഞാൻ എന്താ ചെയ്യാ? അത് അവിടെ വെളിച്ചില്ലാണ്ട് ഇവിടെ കാണിച്ചിട്ട് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ട്. ഇനി 1 മണിക്കൂർ ഇരുന്നാലും എന്നെ കഴിക്കായിരുന്നു. സ്കൂളും ഇല്ല, ഒരാഴ്ചക്ക് സ്കൂളില്ല. സൂപ്പർ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ തന്നെ പറയല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും എല്ലാവർക്കും ടാറ്റ.